ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ചെയ്യാറില്ല. അത് വ്യാപകമായിട്ട് BJP സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ചെയ്യുകയാണ്. അതേസമയം CPM അതിന് പകരമായിട്ട് ഹീനമായ രാഷ്ട്രീയ പ്രചരണങ്ങൾ അവസാന നിമിഷം ഒന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് പബ്ലിഷ് ചെയ്തിറക്കിയാണ്. ഇന്നലെ അടൂരിലെ സ്ഥാനാർത്ഥി ശാന്തകുമാറിനെതിരായിട്ട് അദ്ദേഹം കൊലക്കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുള്ള വ്യാപകമായി പ്രിൻ്റ് ചെയ്ത മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്തു. വ്യാപകമായി ഒരു കൊലക്കേസിലും പ്രതിയല്ല. ഒരു തരത്തിലുള്ള അത്തരം കേസുകൾ അദ്ദേഹത്തിൻ്റെ പുറത്തില്ല. അദ്ദേഹം ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. വ്യാപകമായിട്ട് ഒരു കൊലക്കേസിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് കൊലപാതക കേസിലെ പ്രതിയാണ് എന്നുള്ള തരത്തിൽ വ്യാപകമായ പ്രചരണം CPMൻ്റെ അറിയപ്പെടുന്ന അടൂരിലെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. ഇന്നിപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഒന്നും. ഇന്നിപ്പോൾ എനിക്കെതിരായിട്ട് വ്യാപകമായിട്ട് ഉള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്ത് കയ്പ മണ്ഡലത്തിലെ, അതായത് പറവൂരിലെ LDF മണ്ഡലം കമ്മിറ്റിയല്ല, എൻ്റെ LDFൻ്റെ എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന സ്ഥലത്തെ കമ്മിറ്റിയുടെ പേരിലുള്ള ഒരു നോട്ടീസ് അടിച്ചിട്ടാണ് ഇന്ന് വ്യാപകമായി വിതരണം നടന്നത്. പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDF ഇവിടെ നടത്തിയ പ്രചരണം അത് 20 കൊല്ലം മുമ്പുള്ള എൻ്റെ ആശുപത്രിയുടെ പടം ഇട്ടിട്ട് ആണ് ഇവിടെ പത്രം ഇറക്കിയത്. 20 കൊല്ലം മുമ്പുള്ള ഒരു ആശുപത്രി, മനസ്സിലായില്ലേ? ആ ആശുപത്രി അവിടെ 52,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതാണ്. ഒന്നും പണിതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുകയാണ്. 18,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൻ്റെ പണി ചെയ്യാനുള്ള പൈസയും കൊടുത്തിട്ടുണ്ട്. അത് പൂർത്തിയായ 70,000 സ്ക്വയർ ഫീറ്റ് ആകും. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് ഉള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ആശുപത്രികളിലൊന്നാവും. എന്നിട്ട് തെറ്റായ പ്രചരണമാണ്. കഴിഞ്ഞ 2018 ഫ്ലഡിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന KSRTC സ്റ്റാൻഡിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന പടമാണ്. ഫ്ലഡിൽ വെള്ളം കയറാത്തത് എവിടെയാണെന്ന്, വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറാത്ത സ്ഥലം എവിടെയാണ് പറവൂര്, അത് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് KSRTC സ്റ്റാൻഡെന്ന് പ്രചരണം നടത്തുക. നിങ്ങൾ പോകുന്ന വഴിക്ക് ആ KSRTC സ്റ്റാൻഡൊന്ന് കയറി നോക്ക്. ആ KSRTC സ്റ്റാൻഡിലൊന്നുമില്ല. ഇങ്ങനെ ഈ തെറ്റായ പ്രചരണങ്ങൾ നടത്തി വോട്ടുകൾ മറിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ അവസാന നിമിഷം ഇതൊന്നും ജനങ്ങൾ ഇതിലൊന്നും നിൽക്കില്ല. അവർ LDFനെതിരായും അതുപോലെ BJPക്കെതിരായും അതിശക്തമായി പ്രതികരിക്കുകയും UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യും. അതേ അവസരത്തിൽ ഈ വോട്ടർ ഇലക്ഷൻ കമ്മീഷൻ കുറേ കൂടി ശ്രദ്ധ ചെലുത്തിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് പോസ്റ്റലോട്ടായിരുന്നു സർവീസിലുണ്ടായിരുന്ന ആളുകൾക്ക് മുഴുവൻ, അതായത് ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളവർക്ക്. ഇപ്പോൾ പോസ്റ്റലോട്ടില്ല. അതിന് പകരം ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയി ഈ ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ജീവനക്കാർ വോട്ട് ചെയ്യണമെന്നാണ്. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് അതിനുവേണ്ടി വെച്ചത്. നിരവധി ദിവസം ഇവർ പലരും പോയെങ്കിലും പല സ്ഥലത്തും ഇതുവരെ ബാലറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനോടും ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്യണം ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ. ഇല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക്, ജീവനക്കാർക്ക്, അധ്യാപകർക്ക്, ഉദ്യോഗസ്ഥർക്ക്, പലർക്കും അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. ആദ്യമായിട്ടാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. പണ്ട് പോസ്റ്റലോട്ടാണ് കൃത്യമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള വോട്ട് ചെയ്ത് അവർക്ക് കൊടുക്കാം. ഇപ്പോൾ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ബാലറ്റ് പോലും അടിക്കാതെ എന്ത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്? ബാലറ്റ് പോലും അടിച്ച് കൃത്യമായിട്ട് സർവീസുള്ള ഇതിൻ്റെ ചാർജുള്ള ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ആളുകൾക്ക് പോലും ബാലറ്റ് കൊടുക്കാൻ പറ്റാത്ത എന്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്? അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തും സാരി കൊടുത്തും സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനെയൊക്കെ മറികടന്നും അവിടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ജയിക്കും. പക്ഷേ ഇവരിതാണ് ചെയ്യുന്നത്. BJP രാജ്യം ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നിട്ട് ഈ പരിപാടിയാണ് ചെയ്യുന്നത്. കണ്ണൂര് നിയോജകമണ്ഡലത്തിൽ ശ്രീ പ്രതാപൻ മത്സരിക്കുന്ന നിയോജകമണ്ഡലത്തിൽ കിറ്റുകൾ കൊടുക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പല സ്ഥലത്തും കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, സാരി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കലാശക്കൊട്ട് നടക്കുന്നതിനിടയിൽ സാരിയുടെ എല്ലാ പ്രവർത്തകരും കലാശക്കൊട്ടിൽ കേന്ദ്രീകരിക്കുന്ന സമയത്താണ് ഇവർ പോയി സാരി വിതരണം നടത്തുന്നത്. പ്രവർത്തകരുണ്ടാവില്ല സ്ഥലത്ത്, ആ സമയത്താണ് ഇവർ കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഇവിടെയുള്ള ആളുകൾക്ക് ഡ്യൂട്ടി വൈപ്പിനിലുണ്ട്. വൈപ്പിനിൽ ഇത് പോകണമെങ്കിൽ ഫോർട്ട് കൊച്ചിയിലാണ് ഫെസിലിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ പറവൂരിലൊരു അധ്യാപിക 3 പ്രാവശ്യം ഫോർട്ട് കൊച്ചിയിലെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയി. 3 പ്രാവശ്യം ബാലറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പോകും. അങ്ങനെ എല്ലാവരും പലരും പോകണ്ടെന്ന് വിചാരിക്കും. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തമുണ്ട്. ബാലറ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ സമയത്തെത്തിക്കുന്ന 1 മുതൽ 8 വരെ എന്ന് അവർ പ്രഖ്യാപിച്ച് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ബാലറ്റ് എത്തിച്ചില്ല എന്നുള്ളത് ഗുരുതരമായ ഇതാണ്. ഇലക്ഷൻ നടത്തിപ്പിൽ വന്ന ഗുരുതരമായ പാളിച്ചയാണ്. അത് വിഷ്വലിലുള്ള വന്നേക്കുന്ന സംഭവമല്ലേ, തിരക്കഥയല്ലല്ലോ. അവരവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ വീഡിയോ എടുക്കുന്നതിന്, അവർ ചൂടാകുന്നുണ്ടല്ലോ വീഡിയോ എടുക്കുന്നതിന് അവർ ചൂടാകുന്നുണ്ടല്ലോ. അതാണ് എല്ലാവരും കണ്ട സംഭവമാണ് കാശ് കൈമാറുന്നത്. നിങ്ങൾ കണ്ടില്ലേ? കൃത്യമായ വീഡിയോ അല്ല. പിന്നെ
ഞാനത് കൊണ്ട് കാശ് കൊടുത്തെന്ന് ഏതെങ്കിലും സ്ഥാനാർത്ഥി പറയാം. നികേഷ് കുമാറിന് ചോദിച്ചതിന് ഉത്തരം പറയണത് AKG സെന്ററിലെ വല്ല പ്യൂണിനോട് ചോദിക്കാൻ പറ, അല്ലെങ്കിൽ അവിടെയുള്ള അറ്റൻഡറോട് ചോദിക്കാൻ പറ. ഞാനൊന്നും അല്ലല്ലോ നികേഷ് കുമാറിന് മറുപടി പറയണം. നികേഷ് കുമാർ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നികേഷ് കുമാർ ആരാണ് എന്നോട് ചോദ്യം ചോദിക്കുക? അത് നികേഷ് കുമാർ ആയിട്ടില്ല എന്നോട് ചോദ്യം ചോദിക്കുക. അദ്ദേഹം ആരാണ്? CPM-ന്റെ ആരാണ്? CPM-ന്റെ ആരാ? CPM-ന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം. നികേഷ് കുമാർ ആരാണ് എന്നോട് ചോദ്യം ചെയ്യുക? എന്നോടുള്ളൊരു ചോദ്യമാണ്, വെല്ലുവിളി നിറഞ്ഞൊരു ചോദ്യമാണ്. UDF തോറ്റാൽ താങ്കൾ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. ഞാൻ പറഞ്ഞത് സാങ്കല്പിക ചോദ്യമാണ്. UDF തോക്കില്ല, UDF ജയിക്കും. തോറ്റാൽ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഞാൻ രാഷ്ട്രീയ വനവാസത്തിൽ പോകും. എൻ്റെ തീരുമാനമാണ്. ഞാൻ ചെയ്യും. അത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ചെയ്യുമെന്ന്. എൻ്റെ വാക്ക് എല്ലാവരുടെ വാക്ക് പോലെ അല്ലല്ലോ. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. പക്ഷേ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരും.